സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 0.4% ഇടിവാണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,066 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്റ്റുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ലാസ്റ്റ് ഒരു എക്സ്പാൻഷൻ ക്യാനലായിരുന്നു നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് അനലൈസുമായി നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലേക്ക് ഉള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അത് ലാസ്റ്റ് 1 വീക്കായിട്ട് നിഫ്റ്റിയിൽ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. റീസെന്റ് ലോവർ ലെവലിലെല്ലാം നിഫ്റ്റി പ്രോപ്പറായി ഡിമാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം 7th നവംബറിലാണ് പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ 57,390 എന്ന ഹൈ ഡിമാൻഡ് സോണിൽ നിന്നും ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 58,480 എന്ന ഹാർഡിലും ബാങ്ക് നിഫ്റ്റി റീസെന്റ് മറികടന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിങ് സ്റ്റോക്സിൽ ഇനിയും ഒരു മൊമെന്റം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. മാർക്കറ്റിന്റെ ഓവറോൾ സെനാരിയോ നോക്കുമ്പോൾ സെക്ടർ റൊട്ടേഷൻ പ്രോപ്പറായി വർക്ക് ആവുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ബുള്ളിഷായ രണ്ട് മേഖല ഫൈനാൻഷ്യൽ സർവീസസും അതുപോലെ ഓട്ടോ സെക്ടറുമാണ്. ഫൈനാൻഷ്യൽ സർവീസസ് ഇന്ന് 0.8% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അത് 7th നവംബറിൽ ഈ ഒരു മേഖലയിൽ പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ ഹൈ ഡിമാൻഡ് സോൺ ആയ 26,922 26,734 എന്ന റേഞ്ച് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്തതിനെ തുടർന്ന് വീണ്ടും അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ലാസ്റ്റ് ന്യൂ ഓൾ ടൈം ഹൈ ആണ് ഈ ഒരു ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ സെൽ ഓഫ് ഒരു ഹെൽത്തി കറക്ഷൻ ആയിട്ടാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. മേ ബി ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അപ്സൈഡ് റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു മേഖലയിൽ ഒട്ടുമിക്ക സ്റ്റോക്സിലെല്ലാം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ട്രെൻഡിങ് മേഖല ഓട്ടോയാണ്. ഓട്ടോ 0.28% മുന്നേറ്റമാണ് കറന്റ് രേഖപ്പെടുത്തുന്നത്. കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ് ആയിരുന്നു ഈ ഒരു മേഖലയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സാക്ട് ഡേയ്സ് നോക്കുകയാണെങ്കിൽ 12th നവംബറിൽ ഒരു പ്രോപ്പർ മദർ ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനെ തുടർന്ന് ആ ഒരു റേഞ്ച് അതിന്റെ ഹൈയും ലോയും ഒരു പ്രോപ്പർ ബേബി ക്യാൻഡിൽ ഫോർമേഷനുള്ള ഒരു സോണായും ആക്ട് ചെയ്ത് 27,559 എന്നത് നിയർ ടേം ഹഡിലായും 27,148 എന്നത് നിയർ ടേം സപ്പോർട്ട് സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽസ് ആയിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒട്ടുമിക്ക സെക്ടോറിയൽ ഇൻഡീസസിലെല്ലാം സെൽ ഓഫ് കാണാൻ സാധിക്കുമെങ്കിലും ഓട്ടോ മേഖലയിൽ ഒരു നേരിയ തോതിലുള്ള മുന്നേറ്റം ഏകദേശം 0.24% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു സ്ട്രോങ് ക്ലോസിംഗ് അതായത് 27,559 എന്ന മേഖല മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു മൊമെന്റം റാലി ഈ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ മണിക്കൂറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1.24% മുന്നേറ്റവും ഏഷ്യർ മോട്ടോഴ്സ് 0.63% മുന്നേറ്റവും രേഖപ്പെടുത്തുമ്പോൾ ഇൻഡസിൻ ബാങ്ക് HDFC ലൈഫ് എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ ഹിന്ദാൽകോ ഇൻഡസ്ട്രീസ് 2% സെൽ ഓഫ്, ICICI ബാങ്ക് 1% ഇടിവ്, JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ എന്നീ മെറ്റൽ സൂചിയിലെ സ്റ്റോക്സിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു മേഖലയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്ക് 1.52% മുന്നേറ്റം, ഫെഡറൽ ബാങ്ക് 0.87% മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിലും നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് ലിസ്റ്റ് നോക്കുമ്പോൾ ICICI ബാങ്ക് 1% സെൽ ഓഫ്, ആക്സിസ് ബാങ്ക് 0.5% ഇടിവ്, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക് എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്ക് ടു മാർക്കറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയാൻ സാധിക്കും. ഇന്ന് നേരിയ തോതിലുള്ള ഇടിവാണെങ്കിൽ പോലും ഈ മാർക്കറ്റിലെ ഒരു ബുള്ളിഷ് സ്റ്റേറ്റിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ട്രേഡ് ചെയ്യുന്നത്. 1508 എന്നത് നിയർ ടേം സപ്പോർട്ടായി ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഈ ഒരു റാലി റിലയൻസ് ഇൻഡസ്ട്രീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഈ IT മേഖലയിലേക്ക് വരികയാണെങ്കിൽ IT മേഖലയിൽ നമുക്കൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.61% ഇടിവാണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. IT മേഖലയിൽ കണ്ടിന്യൂസ് ആയി ലോവർ ലെവലിൽ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്ത് അതിനെ തുടർന്ന് 9th നവംബറിൽ ഒരു എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ക്യാൻഡിൽ ഫോം ചെയ്ത് ലാസ്റ്റ് ഡേ ഒരു ഹയർ ലെവലിൽ റിജക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. IT ഇൻഡെക്സിലെ ഒരു മൂവ്മെന്റ് ഇനി നെക്സ്റ്റ് ഫോം ചെയ്യണമെങ്കിൽ
ഇൻഫോസിസിന്റെ മൂവ്മെന്റ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളതാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. കാരണം സിമിലർ ചാർട്ട് പാറ്റേൺ ആണ് ഇൻഫോസിസിലും ഫോം ചെയ്തിട്ടുള്ളത്. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 1555 1539 എന്ന ആ ഒരു സോൺ സപ്ലൈ സോണായി ആക്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഹയർ റിജക്ഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ഒരു മൊമെന്റം റാലി എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ IT ഇൻഡെക്സിലും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. മറ്റൊരു ട്രെൻഡിങ് മേഖലയായ മീഡിയ സെക്ടറിൽ കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മുൻ പ്രോഗ്രാംസിലെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ ഹയർ ലെവലിൽ ഈ ഒരു മേഖലയിൽ ഒട്ടുമിക്ക സ്റ്റോക്സിലെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ ഫോർമേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം 1675 അതുപോലെ 1606 എന്ന ലെവൽസ് ഒരു ഹഡിൽസായി, അതായത് ഹൈ റിജക്ഷൻ ഫോമായി റിജക്ഷൻ സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂസ് ലോവർ ലോ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്, അതായത് സെൽ ഓഫ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസുമാണ്. അതുപോലെ ഈ ഒരു മേഖലയിൽ ഒട്ടുമിക്ക സ്റ്റോക്സിലെല്ലാം വീക്ക് ചാർട്ട് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. മറ്റൊരു ട്രെൻഡിങ് മേഖലയായ എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ എനർജിയിൽ നേരിയ തോതിലുള്ള 0.8% സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും 35,844 എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ലെവലിൽ സപ്പോർട്ടായി എടുക്കുകയാണെങ്കിൽ 37,000 എന്നത് നിയർ ടേം ടാർഗറ്റായി ഈ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇനി മിഡ് ക്യാപ് ഇൻഡെക്സിലെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ 0.81% സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം 7th നവംബറിലാണ് ഹൈ ഡിമാൻഡ് സോണായ 59,692 എന്ന ലെവലിൽ നിന്ന് പ്രോപ്പർ സപ്പോർട്ട് എടുത്ത് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ഹെൽത്തി കറക്ഷൻ സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും 59,692 എന്ന ലെവൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഈ മറ്റൊരു ട്രെൻഡിങ് മേഖല ഫാർമ മേഖലയാണ്. ഫാർമയിൽ 0.47% ഇടിവാണ് കറന്റ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ക്ലോസിംഗ് ഫാർമ മേഖലയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. 22,668 എന്ന മേഖല മറികടന്ന് ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഫാർമ മേഖലയിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി അവസാനമായി ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ 35 ആണ്. ലാസ്റ്റ് 2 days ആയിട്ട് മാർക്കറ്റ് ബ്രെഡത്തിൽ ഗ്രാജുവൽ ഡിക്രീസ് ആണെങ്കിൽ പോലും സ്റ്റോക്ക് സ്പെസിഫിക് ആയ ആക്ഷൻസ്, അതായത് പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് റാലി, ഫോർ എക്സാമ്പിൾ നാട്കോ ഫാമ അതുപോലെ ഏഷ്യർ മോട്ടോഴ്സ് എന്നീ സ്റ്റോക്സിലെല്ലാം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യർ മോട്ടോഴ്സ് ലാസ്റ്റ് ഡേ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തു വിത്ത് ഹൈ പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നും 0.64% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 7,000 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏഷ്യർ മോട്ടോഴ്സിലും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്.